ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും ഞാൻ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിന്ന് തൃശ്ശൂർ പോയി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. തൃശ്ശൂരുള്ളൊരു വിൻറ്റേജ് വീടാട്ടോ ഗൈസ്. ഇവിടെ മൊത്തം ഒരു വിൻറ്റേജ് ടൈപ്പായിരുന്നു. ഞങ്ങൾ പള്ളിയിലത്തെ ഒരു സൗണ്ട് സിസ്റ്റം നേരാക്കാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 9 മണിക്കൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തന്നെ എത്രയോ മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ഇനി വിൻറ്റേജ് ആട്ടോ. ഈ സ്റ്റേ കേസ് ആയിക്കോട്ടെ, ഒരു പണി നടക്കുന്ന റൂംസ് ആയിക്കോട്ടെ, ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾ വിൻറ്റേജ് ഒക്കെ ടൈപ്പ് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, എങ്ങോട്ടാണ് കയറി പോകണമെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ മുകളിലത്തെ ഓടുണ്ടല്ലോ, അത് പൊളിച്ചിട്ട് പോകേണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നതായിരുന്നു കേട്ടോ. ആ റൂമിൻ്റെ ഉള്ളിൽ നമ്മുടെ പണിയൊക്കെ നടക്കുന്നത്. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ നിന്നു. ഈ ഒരു ലൈറ്റ് മാത്രമായിരുന്നു കേട്ടോ ഈ സൈഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വെയിലൊക്കെ അടിച്ചിട്ടായിരുന്നു അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ വീടിൻ്റെ അവിടെയുള്ള ഇതൊരു ഡിസൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ശരിക്കും പണ്ടത്തെ ആയിരുന്നു. പിന്നെ ഈ സാധനത്തിൻ്റെ കണ്ണിൽ നിന്ന് നെയ്പ്പിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരില്ലേ. പിന്നെ ഇതാ പൈററ്റ്സിൻ്റെ മിസ്റ്ററി ബോക്സ് ഉണ്ടല്ലോ, അതുപോലെ ഉണ്ടോ ഈസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ഇത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ആ റൗണ്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മിക്ക വീടുകളും ഇങ്ങനെ വീടല്ല, ഹോസ്റ്റലായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാം ഒരു വിൻറ്റേജ് ടൈപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പേപ്പർ പോലും വിൻറ്റേജ് ആണ് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങളിത് വടക്കുന്നാഥൻ ടെമ്പിളത്തെ മെഗാ പൂക്കളം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. 60 അടിയുള്ളത്. പക്ഷേ എൻ്റെ പകുതിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. പകുതി മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ കാണാൻ പറ്റിയല്ലോ, അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറിയത് ഈ ഒരു സമ്പത്തിലോട്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ ഫുഡ് ഈസി ചെയ്തിട്ടായിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനും അഫ്സലും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അഫ്സലിനെ നടത്തി എന്നെ കൊന്നു വേണം പറയാനായിട്ട്. ഫുഡും കൂടി കഴിച്ച് കൊട്ട ആയത് തന്നെ നടക്കാൻ ഒട്ടും വയ്യായിരുന്നു. ഈ റൗണ്ട് മൊത്തം ഞാൻ ചുറ്റി നടക്കുകയും ചെയ്തു കേട്ടോ ഗൈസ്. മൊത്തം ഈസിയും കാരണം നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയിലുള്ള ആ സംഭവം ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് ഇഷ്ടമായില്ല. എല്ലാവരുടെയും ചില്ല് വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിരുന്നു ഗൈസ്. അത് മാത്രമാണ് അവരുണ്ടാക്കിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്ന കാര്യം. പക്ഷെ ബാക്കി എല്ലാത്തിലും എനിക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇതാണ് ഇവിടുത്തെ തൃശ്ശൂർത്തെ ചന്ത എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്തോ ഒരു സംഭവം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇന്നൊന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു അമ്പലവും പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ ഒരു ഒരുപോലെ ഉണ്ടായിരുന്നു. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണെന്ന് അറിയില്ല. അത് എത്രയും വലിയൊരു റൗണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തം ഞാൻ ചുറ്റി നടക്കുന്നത്. തൃശ്ശൂർ ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് മഴ പെയ്യില്ല. അതാണ് കേട്ടോ ഈ അവസ്ഥ. അതുകൊണ്ട് തൃശ്ശൂർ പോകുന്ന കുട എടുത്തിട്ട് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മഴയത്ത് പെടും. അപ്പോൾ അതിന് ഞങ്ങളിങ്ങനെ കുടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫിഷ് മാർക്കറ്റും ശക്തൻ ബസ് സ്റ്റാൻഡും ഒക്കെ അവരിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ മിനിറ്റിനാണ് ബ്ലോക്കൊക്കെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോൾ അധികം ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കുന്നത് ഇതിൽ കൂടെയൊക്കെ വണ്ടികളൊക്കെ പോകുന്നു, അതുപോലെയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ഷോപ്പിൻ്റെ പേരാണ് മമ്മി ഡാഡി ഷോപ്പിംഗ്. ഇങ്ങനെയുണ്ട്, നല്ല പേരല്ലേ. ഏതോ ഒരാളുടെ അവിടെ ശില്പമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പകുതി എത്തുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. എവിടെത്തി എന്ന് അറിയാനായിട്ടും അത് മൊത്തം ചുറ്റിക്കറങ്ങുമ്പോഴേക്കും ഒരു വിധമാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചെങ്കിലും പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളത് ഏകദേശം അത് കഴിയാറൊക്കെ ആയപ്പോഴാണ് ഞാൻ ഒരു ഫുൾ സർക്കിളിൻ്റെ വീഡിയോ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഇതോ ഒരു പള്ളിയായിരുന്നു, പള്ളിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ശക്തൻ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തിരിച്ച് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയത് സ്റ്റെപ്പിലായിരുന്നില്ല, ഞങ്ങൾ ലിഫ്റ്റിലായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊരു ട്രാൻസ്പാരൻറ്റ് ലിഫ്റ്റ് ഉണ്ടല്ലോ, ആ ലിഫ്റ്റിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ താഴെ പോയി നിന്നിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ എടുക്കുന്നതൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതായിരുന്നു ആ സംഭവം. പക്ഷേ ഇതിൻ്റെ താഴത്തൊക്കെ തന്നെ കുറേ ഭിക്ഷക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അവരുടെ മേത്തിങ്ങനെ ചവിട്ടു എന്നുള്ള പേടിയിലായിരുന്നു ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് തന്നെ. ഇത്രയും വലിയ റൗണ്ടാണ് കേട്ടോ ഗൈസ് ഞാൻ നടന്ന് ചുറ്റിയത്. പിന്നെ ഈ കാണുന്ന നമ്മുടെ കാറുകളുടെ ഒരു മാർക്കറ്റാണ്. കാറ് വാങ്ങിക്കാൻ പറ്റുന്ന മാർക്കറ്റല്ല, കാറിന് ഓരോരോ കുഞ്ഞു പാർട്സ് മുതൽ വലിയ പാർട്സ് വരെ കിട്ടുന്ന മാർക്കറ്റാണ് ഗൈസ്. അത് വളരെ വലിയതായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ ഉള്ളിലേക്കൊന്നും എനിക്ക് നടക്കാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അവിടെ കുഞ്ഞു സാധനങ്ങൾ വരെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് കുറേ ദൂരം പോയിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ടയറിൽ പെയിൻറ്റ് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നേ.
എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ വീട് പോലൊരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും വീടായിരുന്നില്ല കേട്ടോ ഗൈസ്, എന്തിൻ്റെ ഒരു ഷോപ്പായിരുന്നു. പിന്നെ ഇതാണ് എന്നുള്ള സിൽക്ക് സംതിങ് അങ്ങനെ എന്തോ പറയട്ടോ. പിന്നെ ഈ വീടും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, ഒരു വിൻറ്റേജ് ആയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ആ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ വിൻറ്റേജ് വീടിൻ്റെ ഉള്ളിൽ കയറി പോയി പറഞ്ഞില്ലേ, ആ സ്ഥലത്തോട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാറ്റ് പോലും നല്ല വിൻറ്റേജ് ടൈപ്പാണ് കേട്ടോ ഗൈസ്, അത്രയും കീറിപ്പോയിരിക്കുകയാണ്. പിന്നെ ഇവിടെ വേറൊരു മാറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എത്രത്തോളം പഴക്കം ഉണ്ട് ആ സാധനം എന്നുള്ള കാര്യമൊക്കെ. ഇതായിരുന്നു കേട്ടോ ഗൈസ് എൻ്റെ ഹെയർ സ്റ്റൈലും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാറിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് എനിക്ക് കംഫർട്ടബിൾ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇതിനെ ഇട്ടു. നടന്നു പോകുന്ന വഴി ഇത്തിരി ഇതാണെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ നടന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇതെന്തോ വലിയ സംഭവമായിരുന്നേ, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്നോട് പറഞ്ഞു തന്നെയാണ് കിഴക്കേ കോട്ട തെക്കേ കോട്ട അങ്ങനെ എന്തൊക്കെയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യത്തിൽ ഏതൊക്കെയാണ് എന്താണ് ഒന്നും അറിയില്ല. സത്യത്തിൽ ഇത് ഞാൻ പോയത് 28-ാം തീയതിയാണ്. ഇന്ന് സെപ്റ്റംബർ 1-ാം തീയതി, ഓഗസ്റ്റ് 28-ാം തീയതിയാണ് ഞാൻ പോയത്. ഇന്ന് സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ആ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഈ ആ അമ്പലം ഉണ്ടല്ലോ, അവിടെയൊക്കെ പോലീസുകാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ 5-6 പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു, പിങ്ക് പോലീസ്, പോലീസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല ബ്ലോക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ സമരം നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസൊക്കെ നല്ല സെറ്റായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ സമരത്തിനായിട്ട്. പിന്നെ അവിടെ നിന്ന് ബ്ലോക്ക് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വേഗം പോകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്ഥലത്ത് മാത്രമേ അധികം ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല, കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി ഗൈസ്, അതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ 2 അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ക്യാമറയും പിടിച്ച് നിൽക്കുമായിരുന്നു. നല്ല അമ്പലമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ 2 അമ്പലം നല്ല അമ്പലം എന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കിഴക്കേക്കോട്ട തെക്കേക്കോട്ട ആ സംഭവം ഉണ്ടല്ലോ അത്. പിന്നെ എന്താണ് പണ്ടത്തെ തൃശ്ശൂർ ജില്ലാ ആശുപത്രി അങ്ങനെ എന്തോ ഒരു സംഭവം, നല്ല വിൻറ്റേജ് ആയിട്ടില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മതിൽ പെയിൻറ്റിങ് കാണുന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫേമസ് ആയ സെൻറ്റ് തോമസ് കോളേജ്. ഞാൻ ഈ അടുത്തും കൂടെ ഇത് ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചേച്ചിമാരുടെ ഡാൻസ്. പിന്നെ എത്രയോ ഗേറ്റൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഗേറ്റ് നമ്പർ 3 എന്ന് കണ്ടപ്പം. പിന്നെ അവിടെ കുറേ ആ ഒരു സ്ഥലം ഈ സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടേക്ക് എത്തിയപ്പം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ പോസ് ചെയ്തിട്ടായിരുന്നു കുറേ പ്രാവശ്യം ഞാൻ പോസ് ചെയ്തിട്ടാണ് ഈ സെൻറ്റ് തോമസ് കോളേജിൻ്റെ വീഡിയോ ഞാൻ പൂർത്തിയാക്കുന്നതിന് 2 സൈഡും സെൻറ്റ് തോമസ് കോളേജ് ആയിരുന്നു ഗൈസ്, ലെഫ്റ്റും റൈറ്റും. അതുകൊണ്ട് തന്നെ ഏത് സൈഡ് എടുക്കണമെന്ന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു കാറായിരുന്നു കേട്ടോ, അതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് വിൻറ്റേജ് വീടുമായിരുന്നു, അതിൻ്റെ ഉള്ളിൽ നല്ല വിൻറ്റേജ് കാറായ അംബാസഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പള്ളി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ എനിക്ക് ആ സർക്കിളിൽ നിന്ന് കണ്ട പള്ളിയിൽ എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. പിന്നെ ആ കണ്ട ആ കീച്ചൻ ഉണ്ടല്ലോ, അതെനിക്ക് ആ വിൻറ്റേജ് ആ വീട് നമ്മുടെ ആ സംഭവങ്ങളൊക്കെ പണിതില്ലേ, അവിടെ നിന്ന് ഫ്രീ ആയിട്ട് എനിക്ക് ചേച്ചി തന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വന്നത് മേലാർക്കോടുള്ള പള്ളിയേക്കായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് മേലാർക്കോട് എത്തുന്ന വരെ ഞാൻ ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മേലാർക്കോട് പള്ളിയിലുള്ള കുറച്ച് പൂവും പിന്നെ മേലാർക്കോട് പള്ളീൻ്റെ അടുത്തുള്ളൊരു വീട്ടിലത്തെ ലാബ് 9 ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ആ പള്ളിയിലാണെന്നുണ്ടെങ്കിൽ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ യെല്ലോ ഫ്ലവേഴ്സും, നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു കാക്ടസ് ആയിക്കോട്ടെ എല്ലാം നല്ല രസമുള്ളതായിരുന്നു. പക്ഷേ മിക്കതും കാക്ടസ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒന്നും തൊടാനൊന്നും പറ്റത്തില്ലല്ലോ, തൊട്ട് കഴിഞ്ഞാൽ നല്ല മുള്ളല്ലേ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ എല്ലാ ചെടിയിലും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ആ പൂവിൻ്റെയും ആ കാക്ടസിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻ. പിന്നെ ഈ ഒരു ഓർക്കിഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, വാട്ടർമെല്ലി, പിന്നെ എന്തൊക്കെയോ പൂക്കൾ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. എൻ്റെ വീട്ടിലുണ്ടെങ്കിലും ഞാൻ മറന്നുപോയി. എനിക്ക് ഈ പൂവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ കാട്ടിൽ നിന്നാണ് ഞാനത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ബാക്ക് സൈഡിലുള്ളതാണ്. ഇത് എത്രയോ വർഷം പഴക്കമുള്ള പള്ളിയെന്നോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. അത് എന്നാലും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പിന്നെ മേലാർക്കോട് പള്ളീൻ്റെ കാവൽക്കാരനായി നായിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എത്രയും നേരം കിടന്നുകൊണ്ടിരിക്കുന്ന ആൾ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടും എണീറ്റ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയും കിട്ടുന്നതുകൊണ്ടൊന്നും എന്നായിരിക്കും ആൾ നോക്കിയിട്ടുണ്ടാവുക. ആൾ മാത്രമല്ല, പിന്നെ ഇവിടെ വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ.
അവർക്ക് സങ്കടം ഉണ്ടല്ലോ പറഞ്ഞാൽ ഞാൻ അവരെയും കാണിച്ചത്. പിന്നെ വേറെ ഓർക്കിഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എല്ലാത്തിനെയും കളേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞു ഓർക്കിഡ് ഭയങ്കര രസമുണ്ടായിരുന്നു അവിടെ. ഈ ഓർക്കിഡല്ല, എന്തോ ഒരു പൂവ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.